അസ്സലാമു അലൈക്കും. ഞാനിന്ന് ഒരു വീഡിയോ കണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അതിനെക്കുറിച്ചൊരു 2 വാക്ക് എൻ്റെ പ്രേക്ഷകരോട് പറയണമെന്ന് എനിക്ക് തോന്നി. അപ്പോൾ അതാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. മറ്റൊന്നുമല്ല, വീഡിയോയിലുണ്ടായിരുന്ന കാര്യങ്ങൾ വേറെ ഒന്നുമല്ല. ഒരു ഗർഭിണിയായ യുവതി നടന്നു പോകുമ്പോഴും ഒരു കാമവെറിയൻ, അങ്ങനെ തന്നെ പറയണം, അവനെ പുറകിൽ കൂടി വന്നിട്ട് ആ കുട്ടിയുടെ മാറിലും മറ്റുള്ള ശരീര ഭാഗങ്ങളിലും ഇങ്ങനെ കൈകൾ അമർത്തി കുത്തി പിടിച്ചിട്ട് അതിനെ വേദന വരുത്തുന്ന രീതിയിൽ ആക്കുന്നത് ഞാൻ വീഡിയോ കണ്ടിരുന്നു. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ആ വീഡിയോ അതിൻ്റെ മുകളിലായിട്ട് കാണിക്കുന്നുണ്ട്. കുറേ പോലീസുകാരുണ്ട്, കുറേ അവരുടെ പരിസരത്തുള്ള ആ നാട്ടിലുള്ള കുറേ ആണുങ്ങളുണ്ട്. അവരുടെയൊക്കെ മുന്നിൽ ഒരു കാലി ഒടിഞ്ഞിട്ട് ബ്ലാസ്റ്റ് ഇട്ടിരിക്കുന്നു, ഒരു കയ്യിൽ ഒടിഞ്ഞിട്ട് ബ്ലാസ്റ്റ് ഇട്ടിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഹെഡിങ് ഞാൻ നോക്കിയപ്പോൾ പിന്നെ സ്ത്രീ ഗർഭിണിയെ കയറി പിടിച്ചതിന് പോലീസ് പിടിച്ച് കയ്യും കാലും ഒടിച്ച് കേസും ആക്കിയെന്നാണ് ഞാൻ കണ്ടത്. അപ്പം ഞാൻ അന്നേരം ഓർത്ത്, നമ്മുടെ കേരളത്തിലല്ല കേട്ടാ, നമ്മുടെ കേരളത്തിലാണെങ്കിൽ വീട്ടിൽ കയറി ഒരു പെണ്ണിനെ പിന്നെ ബലാത്സംഗം ചെയ്ത് കൊന്ന് ഒരു കാര്യം, പിന്നെ മറ്റൊരിടത്ത് അത് പിന്നെ ഡൽഹിയിലാണ്. എന്നാലും പറയുകയാണ്, ആ ഡൽഹിയിൽ പിന്നെ ആ ഒരു പെൺകുട്ടീനെ അവളുടെ സുഹൃത്തുമായിട്ട് വരുന്ന ആ ഒരു സമയത്ത് ഇതുപോലെ കുറേ കള്ളൂടിയന്മാർ കൂടി ബസ്സിൽ വലിച്ചഴച്ച് കയറ്റി അതിക്രൂരമായിട്ട് പീഡിപ്പിച്ച് കൊന്ന് അതിൻ്റെ പിന്നെ ഉടുപ്പിനുള്ളിൽ പിന്നെ എന്താ പറയേണ്ടത്, ഇരുമ്പ് വടി വരെയൊക്കെ കയറ്റുകയും എടുക്കുകയൊക്കെ ചെയ്ത് ഇപ്പോഴും ആ ഒരു കേസിൽ 3 പേരെ തൂക്കിക്കൊന്ന് ഒരാൾ ജയിലിൽ തന്നെ തൂങ്ങി മരിച്ച്, ഒരാൾ പ്രായപൂർത്തിയാകാത്തത് കൊണ്ട് അയാളെ ശിക്ഷയിൽ നിന്ന് മാറ്റി നിർത്തിയിരിക്കുകയാണ്. അപ്പം ആ ഒരു ഇതിന് നീതി കിട്ടി. മറ്റുള്ള എന്തെല്ലാം പേരുകളൊന്നും ഞാനിവിടെ പറയുന്നില്ല. ഞാൻ പലവട്ടം അത് 1-2 വട്ടം ഞാൻ വീഡിയോ ചെയ്തതാണ്. വെച്ചാൽ പിന്നെ സൗമ്യാവധം ഞാൻ ചെയ്തതാണ്. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് പേരുണ്ട്. എനിക്ക് പേരൊന്നും ഇപ്പം ഞാൻ ഓർക്കുന്നുമില്ല. അപ്പോൾ ഒരുപാട് പീഡനം നടത്തി അതിക്രൂരമായിട്ട് പീഡിപ്പിച്ചൊക്കെ കൊന്നിട്ട് കൊണ്ടുപോയി ജയിലിലിട്ടിട്ട് ജയിലിൽ കിടന്നിട്ട് കുളന്താണി മറ്റേ നമ്മുടെ പിന്നെ കുരുമുളകിൻ്റെ തിരി പോലെയാണ് ജയിലിലേക്ക് പോണത്. പിന്നെ തിരിച്ചു വരുമ്പോൾ മമ്മൂട്ടി സാറിനെ പോലെ, മോഹൻലാൽ സാറിനെയൊക്കെ പോലെ, ദിലീപ് സാറിനെയൊക്കെ പോലെയാണ് തിരിച്ചു വരുന്നത്. നല്ല വെളുത്ത് തുടുത്ത് സുന്ദരനായിട്ടാണ് തിരിച്ചു വരുന്നത്. അപ്പം അവർക്കറിയാം നമ്മുടെ ഈ നാട്ടിൽ വലിയ നീതി നിയമമൊന്നുമില്ലെന്ന് ചെയ്യുന്നവർക്കറിയാം. അത് കഴിഞ്ഞിട്ട് പിന്നെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ചിലപ്പോൾ ഒരു പീഡനത്തിനായിരിക്കും പോണത്, പിന്നെ അവൻ ഇറങ്ങി വന്നത് ഒരു 10 പീഡനം നടത്താനാണ്. അപ്പം അങ്ങനെ ഒരു നിയമമാണ് നമ്മുടെ കേരളത്തിലുള്ളത്. പക്ഷെ ഈ സംഭവം നടന്നത്, ഈ ഗർഭിണിയായ സ്ത്രീയെ പിന്നെ ബലാത്സംഗം ചെയ്യാനായിട്ട് ശരീരഭാഗങ്ങളിൽ കയറി പിടിച്ചത് രാജസ്ഥാനിലാണ്. രാജസ്ഥാനിലെ പോലീസാണ് മുൻപും പിൻപും നോക്കാതെ അവൻ്റെ കൈ നല്ല രീതിക്ക് തല്ലി ഒടിച്ച്, പിന്നെ കാലും തല്ലി ഒടിച്ചത്. ഒരു കാലുകൊണ്ട് ഞൊണ്ടി നടന്ന് വന്നത് കാണാൻ നല്ല ഭംഗി എനിക്ക് തോന്നി. അവൻ അതല്ല, 2 കാലും അവൻ്റെ കല്ലി ഓടിച്ചിട്ട് അവൻ ചന്തി കൊണ്ട് നിരങ്ങി വന്നതാണ് വേണം നമുക്ക് കാണേണ്ടതായിരുന്നത്. പക്ഷെ ഇങ്ങനെ ചെയ്തോളൂ, എങ്കിലും കുഴപ്പമില്ല. ആ ഒരു ശിക്ഷ അവന് കിട്ടിയല്ല. അപ്പം ഇനി അവന് ഒന്നും കയറി പിടിക്കാനായിട്ടൊരു പേടി അവന് തോന്നും. വെച്ചാൽ ഈ പിടിക്കാനായിട്ട് അവൻ്റെ കൈ തരിച്ചാലും അവൻ ഓർക്കും, ഇനി എൻ്റെ ഈ കൈ ഒടിച്ചതാണ്, ഇനിയിപ്പം ഈ കൈയും കൂടി ഒടിച്ചാൽ എന്ന് ഉള്ളൊരു തോന്നൽ അവന് വരും. അവൻ മേലാക്കത് ചെയ്യല എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. അപ്പം ഇനി അതല്ല എൻ്റെ വിഷയം, അതല്ല.
അപ്പം അത്രയും കാര്യങ്ങൾ അവിടെ ചെയ്തപ്പോൾ ആ ഒരു രീതിയിലൊരു ശിക്ഷ അവിടെ കൊടുത്തപ്പോൾ ഈ പിന്നെ ഓരോരുത്തർ ഈ ചെയ്ത കണക്ക് ഡെഡ് ബോഡീനെ വരെയൊക്കെ പീഡിപ്പിച്ച് അല്ലെങ്കിൽ കൊണ്ടുപോയിട്ട് റേപ്പ് ചെയ്യണ ഒരു സ്വഭാവമൊക്കെ നമ്മുടെ ഈ കേരളീയർക്കുണ്ട് ഒരുപാട്. അപ്പം ഈ കഴിഞ്ഞ ദിവസം ഞാൻ അതുപോലെ ഒരു വീഡിയോ കണ്ടതാണ്. മോർച്ചറിയിൽ കൊണ്ടുപോയൊരു സ്ത്രീയുടെ ഡെഡ് ബോഡി ഇട്ടിട്ട് അവിടെ നിന്ന് വലിച്ചഴച്ച്, അവിടുത്തെ ഉദ്യോഗസ്ഥൻ തന്നെയാണ്, സ്റ്റാഫാണ്, അവിടുത്തെ സ്റ്റാഫ് തന്നെയാണ് വലിച്ചഴച്ച് ആ ബോഡി എടുത്തുകൊണ്ട് പോയി അയാൾ ഉപയോഗിക്കുന്നത് ഞാൻ കണ്ടതാണ്. അത് CCTV-യിൽ കൂടി കണ്ട് അയാൾക്ക് ശിക്ഷ കിട്ടി. പക്ഷേ അങ്ങനെ ഒരു ശിക്ഷ കൊടുത്തിട്ടല്ല, ഒരു കുറച്ച് 10,000-25,000 രൂപ ഫൈനും അടിച്ച് ഒരു 2-3 വർഷം ജയിലിലും കിടന്നത് കൊണ്ട് ഒരു കാര്യവും ഇല്ല. ഇതുപോലെയൊക്കെ ചെയ്യണം. അവൻ എന്തുകൊണ്ടാണ് പീഡിപ്പിച്ചത് അത് തല്ലിച്ചതക്കണം. അത് മറ്റേ ഇരുമ്പ് കമ്പിയുടെ പുറത്ത് അല്ലെങ്കിൽ നല്ല കരിങ്കല്ലിൻ്റെ മുകളിൽ കൊണ്ട് അത് വെച്ചേച്ചും ഇങ്ങേറ്റം തൊട്ട് ഇങ്ങേറ്റം വരെ മറ്റേ മീനിനെ തല്ലിച്ചതക്കും പോലെ ചതച്ച് കളയണം. പിന്നെ അവൻ അതും കൊണ്ട് ആരെടുത്തും പോകരുത്. അപ്പം അങ്ങനെ ചെയ്താൽ പിന്നീടുള്ള തലമുറക്കും ഒരു പേടിയുണ്ടാവുകയുള്ളൂ. ഞങ്ങൾ ഇങ്ങനെ ചെയ്താൽ അങ്ങനെ ഞങ്ങൾക്ക് ശിക്ഷ കിട്ടും എന്നുള്ളത്. ഇതല്ലെങ്കിൽ ഒരു മനുഷ്യനും വിട്ടുകൊടുക്കാൻ പോകരുത്. നിയമത്തിൻ്റെ മുന്നിൽ, നമ്മുടെ കേരളത്തിൽ നിയമത്തിൻ്റെ മുന്നിലായിട്ട് വിട്ടുകൊടുത്താലല്ലേ കൊണ്ടുപോയി ബിരിയാണിയും പിന്നെ എന്താണ് കുഴിമന്തിയൊക്കെ കൊടുത്ത് നല്ല മത്ത ചിത്തനായിട്ട് വരുവുള്ളൂ. അപ്പം നിയമത്തിൻ്റെ മുന്നിലേക്ക് വിട്ടുകൊടുക്കരുത് ഇവന്മാരാ. ഇങ്ങനെ അറിയുമ്പോൾ തന്നെ സത്യാവസ്ഥയാണെന്ന് മനസ്സിലാക്കിയാൽ ഉടനെ തന്നെ അവൻ ആ തൽക്ഷണം അവിടെ വെച്ചിട്ട് തന്നെ ശരിയാക്കിയേക്കണം. പോലീസുകാരല്ല, നമ്മൾ നോക്കി നിൽക്കണ മനുഷ്യർ നമ്മൾ ശരിയാക്കണം. ഇപ്പോൾ ഒരു 500 പേരൊക്കെ ഉണ്ടല്ലോ, ഒരു 10-200 പേരുണ്ടെങ്കിൽ എല്ലാവരും കൂടി അവനെ തല്ലിച്ചതൊക്കെയാണെങ്കിൽ ആരുടെ പേരിൽ കേസെടുക്കും? ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല. പക്ഷേ അത്രക്ക് ദയനീയമായ അവസ്ഥയിലാണ് നമ്മൾ ഓരോ ദിവസവും കണ്ടുവരുന്നത്. ഓരോ ദയനീയമായ അവസ്ഥ കാണുമ്പോഴും നമ്മൾ പഠിച്ചവനെ ഇതുപോലെ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകല്ലേ എന്ന് തേടിയാണ് പഠിച്ചവനത്, അറിയാമോ? അപ്പം അതുകൊണ്ടുള്ളൊരു വേദനയുടെ പുറത്താണ് നമുക്ക് ആർക്കും അങ്ങനെയുള്ളൊരു ആപത്തും പിന്നെ പ്രശ്നങ്ങളൊന്നും ആരുടെയും ജീവിതത്തിൽ ഉണ്ടാകല്ലേ എന്നുള്ളതിനാണ് ഞാൻ തേടിയത്. അപ്പം ജിഷയുടെ മരണം തന്നെ ആ കുട്ടീനെ എത്ര ദയനീയമായിട്ടാണ് കൊന്നു കളഞ്ഞത്. അതിൻ്റെ അമ്മ ലോകം മുഴുവനും നീതിക്ക് വേണ്ടി നടന്ന്, പക്ഷേ അമീർ ഉസ്ലാമ അങ്ങനെ എന്തോ ഒരു പേരുള്ള ഒരാളെ കൊണ്ടല്ലേ പിടിച്ച് ഇട്ടിരിക്കണത്. അയാൾ നിരപരാധിയാണ്. ഇത് ചെയ്തതൊക്കെ വേറെ ആൾക്കാരാണ്. അപ്പം ആ തള്ളക്ക്, ആ അമ്മക്ക് നീതി കിട്ടിയില്ല, അവർ മരിച്ചുപോയി. അപ്പം അവരുടെ പേരിൽ കുറച്ച് സ്വത്തും മുതലുമൊക്കെ കിട്ടിയത് മൂത്ത മകൾക്ക് ഇരുന്ന് ജോലിയും കിട്ടി. അവൾ വിജയിച്ചു പോയി. അവർ ജിഷയെ അമ്മയും പിന്നെ മരണപ്പെട്ട് ദുനിയാവിൽ നിന്ന് പോവുകയും ചെയ്തു. അപ്പം നമ്മൾ എന്ത് നീതിനെയാണ് വിശ്വസിക്കേണ്ടത്? നമ്മുടെ ഈ നാട്ടിൽ, ഈ കേരളത്തിൽ എന്ത് നീതിയുണ്ട്? നമുക്കൊക്കെ എന്ത് നീതിയുണ്ട്? എൻ്റെ ഒരു കാര്യം കൊണ്ട് തന്നെ എനിക്ക് പിന്നെ നീതി ഇല്ലെന്ന് വേണം പറയാനായിട്ട്. അതെനിക്ക് പറയാൻ കഴിയല്ല. ഒരുപാട് കാലങ്ങൾ കഴിഞ്ഞതാണ്. അങ്ങനെ നമ്മളൊരു തൊഴിൽ ചെയ്യുന്നിടത്ത് നമുക്കൊരു പിന്നെ ബുദ്ധിമുട്ടുള്ള പ്രശ്നങ്ങൾ മറ്റൊരാൾ അവിടെ ജോലിക്ക് നിൽക്കുന്ന ഒരു ആൾ നമ്മളോട് കാട്ടി, അത് നമ്മൾ പബ്ലിസിറ്റി ആക്കണ്ടല്ല എന്ന് ഓർത്തിട്ട് ആ മുതലാളിയോട് പറഞ്ഞ്, മുതലാളി ഇപ്പം ഞാൻ ഉപ്പോളം മരിയാല ഉപ്പിലിട്ടതെന്ന് പറഞ്ഞ കണക്ക് ഞാൻ ഇസ്ലാം മതം സ്വീകരിച്ച ഒരാളല്ലേ. അപ്പം വർഷങ്ങളായിട്ട് അയാൾക്ക് ജോലി ചെയ്തുകൊണ്ട് കൊടുത്തോണ്ടിരുന്നത് അവിടെ എന്നോട് അപമര്യാദയായിട്ട് പെരുമാറിയ ഒരുത്തനാണ്. അപ്പം അവൻ്റെ പേരിൽ ഒരു തെറ്റും അയാൾ പറഞ്ഞില്ല. വീണ്ടും അവൻ അവിടെ പണിക്കെടുത്ത് ഞാൻ അവിടെ നിന്ന് പുറത്താകുകയും ചെയ്ത് ജോലി സ്ഥലത്തുനിന്ന്. എന്നിട്ട് ഞാൻ പലരെ കൊണ്ടും ആ മുതലാളിയുടെ സംസാരിപ്പിച്ചിട്ട് അങ്ങേരി സമ്മതിച്ചില്ല. പക്ഷേ എൻ്റെ സിറാജ് വന്ന് അവിടെ പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ അതിനൊരു തീർപ്പുണ്ടായി.
അത് തീർപ്പുണ്ടായിട്ട് ഞാൻ അതിനു മുൻപ് ഒരു തീർപ്പുണ്ടാകാഞ്ഞ സമയത്ത് ഞാൻ മുതലാളിയോട് പറഞ്ഞിട്ട് അതിനൊരു നടപടി എടുക്കാഞ്ഞതിൻ്റെ പേരിൽ ഞാൻ കേസ് കൊടുത്തിട്ട് കുറച്ച് എനിക്ക് വേണ്ടിയിട്ട് പോലീസ് ഉദ്യോഗസ്ഥർ പിന്നെ ശ്രമിച്ചു കേട്ടാ, ഇല്ലെന്ന് പറയാൻ പറ്റിയല്ല. പക്ഷേ ഈ മുതലാളി കുറേ കാശ് വാരിയെറിഞ്ഞത് കൊണ്ട് അവന് തക്ക ശിക്ഷ കിട്ടിയില്ല. പിന്നെ ഈ മുതലാളി എന്നോട് പറഞ്ഞ് പിന്നെ സിജിനെ ഇവിടെ ജോലിക്ക് എടുക്കാം, അതുകൊണ്ട് കേസ് പിൻവലിക്കാൻ പറഞ്ഞു. അങ്ങനെ പിന്നെ എനിക്ക് പിൻവലിക്കാൻ താല്പര്യമില്ലായിരുന്നു, കേസ് പിൻവലിക്കാൻ താല്പര്യമില്ലായിരുന്നു. പിന്നെ സിറാജ് എന്നോട് പറഞ്ഞ് എനിക്ക് കേസിൻ്റെ പുറകെ നടക്കാനുള്ള നേരം ഉണ്ടാകിയല്ല സിജി, എന്ന് വെച്ചാൽ അയാളുടെ ജോലി അങ്ങനത്തതാണ്. അപ്പം അതുകൊണ്ട് എൻ്റെ ഒപ്പം കേസിന് പിന്നെ പോലീസ് സ്റ്റേഷനിലും ഇവിടെയൊക്കെ അദ്ദേഹം സിറാജ് വന്ന്. പക്ഷേ പിന്നെ എനിക്ക് അതിൻ്റെ പുറകെ എനിക്കും ജോലി ചെയ്യാതെ എൻ്റെ കടവും കാര്യങ്ങളൊന്നും എനിക്ക് വീട്ടാൻ പറ്റിയല്ല. പോലീസ് സ്റ്റേഷനിൽ പോകണമെങ്കിൽ ഒരു അപേക്ഷ എഴുതണമെങ്കിൽ 50 രൂപ കൊടുക്കണം. പിന്നെ വണ്ടിക്കാശ് വേണം, അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി 26 രൂപ, 13 രൂപയാണ് അങ്ങോട്ടും 13 രൂപ ഇങ്ങോട്ടും. പിന്നെ നമ്മൾ പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അപ്പം തന്നെ വിളിച്ച് നമ്മുടെ കാര്യങ്ങൾ തീർപ്പാക്കി തരികയെന്നൊന്നുമില്ല. അവരൊരു സമയം പറയും, ആ സമയം വരെ നമ്മളവിടെ കുത്തിയിരിക്കണം. ഞാൻ നയിച്ചാലേ എൻ്റെ ജീവിതം അന്ന് മുന്നോട്ട് പോകുള്ളായിരുന്നു. പിന്നെ അന്ന് സിറാജും രോഗത്തിൻ്റെയൊക്കെ ഒരു പിടിയിലായിരുന്നു. പിന്നെ ആ ഒരു അവസ്ഥയിൽ നിന്നപ്പോഴും നമ്മളേലെ ഒരു ചെറുതായിട്ടൊന്ന് തഴയാൻ പറ്റുള്ളൂ, അവരുടെ വീട്ടുകാരെ പറ്റിയല്ലല്ലോ. അപ്പം അതുകൊണ്ട് അതിലൊന്നും എനിക്ക് പരാതിയില്ല. അപ്പം ഞാൻ പറയണത് അപ്പം അതൊക്കെ കൊണ്ട് ഞാൻ പിന്നെ കേസ് പിൻവലിച്ച്. പക്ഷേ അവിടെ കുറച്ച് പെണ്ണുങ്ങളുണ്ടായിരുന്നു, അവളുമാരെല്ലാവരും കൂടി ഒരു 3-4 പെണ്ണുങ്ങൾ, ബാക്കിയുള്ളവരൊക്കെ എൻ്റെ ഒപ്പം നിന്ന്. പക്ഷേ ഒരു 3-4 പെണ്ണുങ്ങൾ, സീനിയോറിറ്റിയുള്ള 3-4 പെണ്ണുങ്ങൾ മറ്റേ എന്നെ ഉപദ്രവിച്ചവൻ്റെ ഒപ്പമായിരുന്നു. അപ്പം അതുകൊണ്ട് അവളുമാരെന്നെ ഷാജിക്കാട് പറഞ്ഞ് ജോലിക്കെടുക്കരുതെന്ന് പറഞ്ഞ് എൻ്റെ ജോലി അവിടെ നഷ്ടപ്പെടുകയും ചെയ്തു. പിന്നെ ഷാജിക്കാട് ചേട്ടൻ്റെ കമ്പനിയിൽ വരാൻ പറഞ്ഞ്. അങ്ങനെ പിന്നെ ഞാൻ അവിടെ കുറച്ച് നാൾ പോയി. പിന്നെ എനിക്ക് വണ്ടിയിലൊക്കെ കയറി ഇറങ്ങിയൊക്കെ ജോലി ചെയ്യാൻ ഡെയിലി രാവിലെ പോക്കും വരവൊന്നും എനിക്ക് ബസ്സിലൊക്കെ കയറി ഇറങ്ങിയുള്ള യാത്ര എനിക്ക് പറ്റാത്തത് കൊണ്ട് ഞാനതവിടെ നിർത്തി. അങ്ങനെയാണ് ഞാൻ കൂടുതലും ഇങ്ങനത്തെ ഈ ഒരു ജോലിക്ക് ഇറങ്ങി തിരിച്ചതെന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പം എനിക്കും ഒരു കേസ് കൊടുത്തിട്ട് എനിക്ക് അവിടെ നിന്ന് ഒരു നീതി കാര്യങ്ങളൊന്നും എനിക്ക് കിട്ടിയില്ല. പിന്നെ അദ്ദേഹത്തിന് മനസ്സിലായി, SIക്ക് മനസ്സിലായി അവൻ പറഞ്ഞത് കള്ളത്തരോട്, എന്നെ ഉപദ്രവിച്ചവൻ പറഞ്ഞത് കള്ളത്തരോടെന്ന് SIക്ക് മനസ്സിലായി. കുറച്ച് ഭീഷണിയൊക്കെ പെടുത്തിയാൻ തല്ലാനൊക്കെ ചെല്ലിയൊക്കെ ചെയ്ത് എന്നെ ഉപദ്രവിച്ചവനോട്. അപ്പം അതാണ് ഉപദ്രവം എന്ന് പറഞ്ഞാൽ നമ്മൾ ചെമ്മീത്തല നോക്കാനായിട്ട് ഇപ്പം നമ്മൾ ചെമ്മീൻ കിളി ആ നമ്മൾ തലത്തട്ടിൽ കൊണ്ടുപോയിട്ട് നോക്കണം വെച്ചാൽ പബ്ലിസിറ്റി ആയിട്ടുള്ളൊരിടത്താണ്. പക്ഷേ എൻ്റെ കൈകളിൽ ബലമായിട്ട് കയറി പിടിച്ച്. അപ്പം എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. അതൊരു മറ്റൊരു അനാവശ്യ രീതിയിലാണ് അത് വായിന്ന് വന്നത്. കയ്യിൽ കയറി പിടിച്ചിട്ട് വായിന്ന് വന്ന അനാവശ്യമായിട്ടുള്ള രീതിയാണ്. അപ്പം കൂടുതലായിട്ട് ഞാനിവിടെ അത് ഏത് രീതിയിലാണ് അവൻ പറഞ്ഞതെന്നുള്ളത് ഞാനിവിടെ വിവരിക്കുന്നില്ല, പെരുമാറിയെന്നുള്ളത് ഞാനിവിടെ വിവരിക്കുന്നില്ല. വെച്ചാൽ ഇപ്പോൾ ഒരുപാട് വർഷങ്ങൾ കടന്നു പോയി. പിന്നെ നമ്മളത് പിന്നെയും കുത്തിപ്പൊക്കണ്ട. ഞാനിപ്പോൾ ഒരു കാര്യം പറഞ്ഞു വന്നതാണ്. നമുക്ക് നമ്മുടെ ഈ കേരളത്തിൽ നമുക്കൊരു നീതിയില്ല, നിയമവും നല്ലതുപോലെയുള്ളൊരു കാര്യങ്ങളൊന്നുമല്ല ഇവിടെ നടക്കുന്നത്. ഇവിടെ കാശുള്ളവർക്ക് മാത്രമുള്ളൊരു നിയമമേ ഉള്ളൂ. നമ്മളെപ്പോലെ പാവപ്പെട്ടവർക്കൊന്നും ഒരു നിയമം നല്ല രീതിക്കൊന്നുമില്ല. പക്ഷേ രാജസ്ഥാനിൽ അങ്ങനെയല്ല. അവിടെ ഈ സ്ത്രീയെ കയറി പിടിച്ചതിന് അവൻ്റെ കയ്യും കാലും അവർ തല്ലി ഒടിച്ച് അങ്ങനെ അവനെ നല്ലൊരു ശിക്ഷ അവർ കൊടുത്ത്. പിന്നെ ഞാൻ എനിക്ക് ജയിലിൽ ചെല്ലുമ്പോൾ അതിൽ കൂടുതൽ കിട്ടിക്കോളും ഇവിടെ കിടക്കണ പ്രതികളെ കൊണ്ട്. അപ്പം ഇങ്ങനെയൊക്കെയാണ് പിള്ളേരെ കാര്യങ്ങൾ. നമുക്ക് ഇവിടെ ആരെയും നമുക്ക് വിശ്വസിക്കാൻ പറ്റിയല്ല. പക്ഷെ നമുക്ക് നമ്മുടെ നീതി നിയമമൊന്നും അങ്ങനത്തതാണ്. ഒരു തെറ്റ് ചെയ്താൽ ഇങ്ങനെ ഒരു ശിക്ഷ കിട്ടും എന്ന് പേടിക്കാനായിട്ട് ഒരു നല്ല ശിക്ഷയില്ലാത്തത് കൊണ്ട്, ഒരു നല്ല നിയമം ഇല്ലാത്തത് കൊണ്ട് ശിക്ഷ ചെയ്യണ അല്ലെങ്കിൽ തെറ്റ് ചെയ്യണ പ്രതികൾക്ക്
പിന്നെയും പിന്നെയും തെറ്റ് ചെയ്യാനുള്ളൊരു ഊർജം നമ്മുടെ ഈ ഒരു നിയമം തന്നെ അവർക്ക് കൊടുക്കും. പിന്നെ അവർക്ക് എന്താ ചെയ്താൽ ഇത്രയേ ഉള്ളൂ എന്ന് അവർക്ക് അറിയാൻ പറ്റും. പിന്നെ ഓരോന്നെ ഇങ്ങനെ അടിക്കടി ഓരോ കാര്യങ്ങളും കുറ്റകൃത്യങ്ങളും കൂടിക്കൊണ്ടുവരികയാണ് നമ്മുടെ ഈ കേരളത്തിൽ. അപ്പം ഇതൊക്കെയാണ് എനിക്ക് ഇന്ന് നിങ്ങളോട് പറയാനുള്ളത്. ഒരു വീഡിയോ ഇതിനു മുൻപ് ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്ക് നമ്മുടെ യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടിയിട്ടില്ല. കിട്ടാൻ ഉടനെ ഈ ഒരു മാസത്തിനുള്ളിൽ എനിക്ക് യൂട്യൂബിൽ നിന്നുള്ള വരുമാനം ഇൻഷാ അല്ലാഹ് കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷ. അപ്പം കിട്ടിയാണെന്നുണ്ടെങ്കിൽ തുക പറയാൻ പറ്റിയാലല്ല, നിങ്ങളോട് കിട്ടിയ കാര്യം ഞാൻ നിങ്ങളുടെ അടുത്ത് പറയും. എല്ലാവരോടും അസ്സലാമു അലൈക്കും.